കേരളത്തിൽ നടപ്പാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയോട് താരതമ്യം ചെയ്യാൻ പോലും ഇന്ത്യയിൽ മറ്റൊരു പദ്ധതിയില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. പുറമേരി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. കേരളത്തിൽ നടപ്പാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയോട് താരതമ്യം ചെയ്യാൻ പോലും ഇന്ത്യയിൽ മറ്റൊരു പദ്ധതിയില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. പുറമേരി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ഇതുവരെ 5,47,000 പേർ ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് ചെയ്യുകയും അതിൽ 4,62,000 പേരുടെ വീടു നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. കേരളത്തിൽ ഈ വർഷം 1,00,000 വീടുകൾക്ക് കൂടി ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സഹായം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നതാണെന്ന് പറഞ്ഞാൽ പോരാ, കേരളം കൊടുക്കുന്നതിന്റെ പകുതി തുക പോലും തൊട്ട് പിന്നെ രണ്ടാമത് നിൽക്കുന്ന സംസ്ഥാനം കൊടുക്കുന്നില്ല. കേരളം കൊടുക്കുന്നത് ഒരു ഗുണഭോക്താവിന് എത്രയാണ്? ഇതെല്ലാം ഞാൻ തന്നെ പറയണമെന്ന് പറഞ്ഞാൽ 4 ലക്ഷം. 4 ലക്ഷമാണ്. അത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പിന്നൊരു സംസ്ഥാനം കൊടുക്കുന്നത് ആന്ധ്രയാണ്. അത് 1,80,000. നമ്മൾ കൊടുക്കുന്നതിൻ്റെ പകുതിയിൽ താഴെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുണ്ട്, PMAY ഗ്രാമീൺ. ഇവിടെ ആർക്കെങ്കിലും അതിന് ധനസഹായം കിട്ടിയോന്ന് എനിക്ക് അറിഞ്ഞൂടോ? എത്ര പേരുണ്ട്? 17 ആളുകൾ. ലൈഫിൽ 195, PMAY ഗ്രാമീണിൽ 17. അതിലെത്ര പൈസ കൊടുക്കുന്നറിയോ? ഇത് 4 ലക്ഷമെന്നറിയാം, അത് എത്രയെന്നറിയില്ല. 72,000 കൊടുക്കണം വീട് വയ്ക്കാൻ. 72,000. ഏറ്റവും ഒടുവിലെ കണക്ക് വെച്ച് 64,006 അതിദരിദ്ര കുടുംബങ്ങളിൽ 93% അതിദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞു. ഈ നവംബർ 1 ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന ചരിത്ര നേട്ടത്തിന്റെ നെറുകയിലെത്താൻ കേരളം തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പുറമേരി ഗ്രാമപഞ്ചായത്തിൽ 195 അപേക്ഷകരാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടത്. 139 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ബാക്കിയുള്ള വീട് പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. ചടങ്ങിൽ KP കുഞ്ഞമ്മദ്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിലക്ഷ്മി, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP വനജ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൂടത്താങ്കണ്ടി, NM വിമല, പുറമേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP സീന, സ്ഥിരം സമിതി അംഗങ്ങളായ ബിന്ദു പുതിയോട്ടിൽ, KM വിജിഷ, ബീന കല്ലിൽ, MM ഗീത, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KK ദിനേശൻ, പുറമേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KK വിനോദൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.